നമസ്കാരം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ലെസണിലോട്ട് സ്വാഗതം. പ്ലസ് വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഇതിൽ നിന്നും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസെപ്റ്റ് ട്രൂ ആണെന്ന് തെളിയിക്കാൻ, നമ്മൾ പറയുന്നൊരു കാര്യം തെളിയിക്കാൻ, നമുക്കിപ്പോൾ ഇവിടെ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്. ഈ ബുക്ക് മാത്സ് ബുക്കാണ്. അപ്പോൾ ഇതിന് ഫ്രണ്ട് ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ മാത്സ് ബുക്കാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതാണെങ്കിൽ നമ്മൾ ഉള്ളിൽ വായിച്ചു നോക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഈ പേജിൽ മാത്സ് ആണ്, ഈ പേജിൽ മാത്സ് ആണ്, തൊട്ടടുത്ത പേജിൽ മാത്സ് ആണ്, അങ്ങനെ തുറന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ബുക്ക് മാത്സ് ആണെന്ന് തിരിച്ചറിയാം. അതുപോലെ എങ്ങനെ ഒരു കൺസെപ്റ്റ് ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതിന് നമ്മൾ ആദ്യം കാണുന്നത്, ഇതൊരു നാച്ചുറൽ നമ്പറിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എങ്കിൽ ആ നാച്ചുറൽ നമ്പറിൽ എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുത്താൽ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഇനി കെ, അതായത് പകുതിക്ക് വെച്ച് കെ എന്ന് പറയുന്ന ടേമിൽ അത് ട്രൂ ആണെന്ന് വിചാരിക്കും. എന്നിട്ട് k+1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ, വി വാണ്ട് ടു പ്രൂവ് P of 1 is true. Second, let us suppose P of k is true. Using P of k, we prove that P of k+1 is true. Hence, it is true for all n. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രൂവ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. 1² + 2² + n etc. + n² = n × n+1 × 2n+1/6 or n > 1. ഇത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ടോട്ടൽ ചെയ്താൽ ഇതാണ് ഫോർമുല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിതിനെ P of n എന്ന് വിചാരിക്കും. P of n എന്ന് എഴുതും. അപ്പോൾ P of n എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാം. P of n കഴിഞ്ഞിട്ട് 2 കുത്താണ് ഇടുക, ഈക്വൽ ടു അല്ല. എന്നിട്ട് 1² + 2² + etc. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ എടുത്തിരുന്നു. 2n+1/6. അപ്പോൾ ഇവിടെയാണ് ഈക്വൽ ടു വരുന്നത്, ഇവിടെ കുത്താണ്. അപ്പോൾ ഈ കുത്തിൻ്റെ അർത്ഥം ഇത് എന്നിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ്. ഇനി നമുക്ക് P of 1 കാണണം. P of 1 കാണുമ്പോൾ അവിടെ ഇങ്ങനെ 2 കുത്താണ് ഇടുന്നത്. ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കണം. എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുമ്പോൾ 1² + 2² + etc. + എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുമ്പോൾ 1² എന്നാണോ വരിക? അല്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? n² വരെയുള്ള നമ്പറുകൾ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് 1 കൊടുത്താലോ 1² മാത്രമേ ആഡ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ അതായത് ഇത് ഈ ടേമിൽ എന്നിൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1² എന്ന് മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? 1 × 1 + 1 × 2 × 2n എന്ന് പറഞ്ഞാൽ 2 × n ആണ്. 2 × 1 + 1/6. ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ 1² ആണ്. 1² = 1. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 × 1 + 1 എന്ന് പറയുന്നത് 2, ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇൻറ്റു 2 × 1 + 1 എന്ന് പറഞ്ഞാൽ 3/6. 2ഉം 3ഉം 6ലേക്ക് ക്യാൻസൽ ചെയ്ത് പോകും, ഈക്വൽ ടു 1. അപ്പോൾ ഇത് ഈക്വൽ ടു LHS. അപ്പോൾ LHSഉം RHSഉം ഈക്വലായി. ദെർഫോർ P of 1 is true. ഇനി നമ്മൾ വിചാരിക്കുന്നത് കെയുടെ കാര്യമാണ്. കെയുടെ കാര്യം നമ്മൾ എന്ത് വിചാരിക്കും? ലെറ്റ് us suppose, ഈ ഒരു വാചകം എപ്പോഴും എഴുതണം, P of k is true. P of k ട്രൂ ആണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ P of k ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 2 കുത്താണ് ഇടുന്നത്, ഈക്വൽ ടു അല്ല, ശ്രദ്ധിക്കാം. 1² + 2², ഇനി k വരെ. അപ്പോൾ k² ഈക്വൽ ടു തന്നിരിക്കുന്ന സ്റ്റേറ്റിൽ എന്നിൻ്റെ സ്ഥലത്തേക്ക് k കൊടുക്കാം. k × k+1 ഇവിടെ k കൊടുത്ത് എഴുതുന്നതാണ് കേട്ടത്. 2k + 1/6. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് ഇനി P of k+1 ഇതുപയോഗിച്ച് നമ്മൾ P of k+1 പ്രൂവ് ചെയ്യും. P of k+1 എഴുതാൻ പോവുകയാണ്. P of k+1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയും 2 കുത്ത് തന്നെയാണ് വരുന്നത്. അത് നന്നായി ശ്രദ്ധിക്കണം. നമ്മളിവിടെ 2 കുത്താണ്, ഈക്വൽ ടു അല്ല. 1² + 2² + etc. + കെയുടെ സ്ഥലത്ത് k+1² ഈക്വൽ ടു, ഇവിടെയൊക്കെ കെയുടെ സ്ഥലത്ത് k+1 കൊടുക്കാൻ പോകുന്നത്. k+1 ഇൻറ്റു ഇവിടെയും k+1, പിന്നെ ഇവിടുത്തെ +1. എന്നിൻ്റെ സ്ഥലത്ത് k+1 കൊടുക്കുകയാണ് ബ്രാക്കറ്റിൽ. ഇനി 2k+1 എന്ന് പറയുന്നത് എന്ത് വരും? 2 × k+1 + 1 all divided by 6. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ P of 1 പ്രൂവ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. LHS ഈക്വൽ ടു
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതിൻ്റെ കെ പ്ലസ് 1ന് തൊട്ട് മുമ്പുള്ള ഇതിന് എല്ലാത്തിലും ഒരുപോലെയാണ് ചെയ്യുന്നത്, നന്നായി ശ്രദ്ധിക്കുക. കെ പ്ലസ് 1 തൊട്ട് മുമ്പ് വരെയുള്ള ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? കെ സ്ക്വയറിൻ്റെ ടേമാണ്. അപ്പോൾ ഇവിടെ പി ഓഫ് കെ ആണ് വരിക. തൊട്ട് മുമ്പത്തെ ടേമിൽ കെ സ്ക്വയർ ആണ് വരിക. കെ സ്ക്വയർ വരെ ടേം ആഡ് ചെയ്യുമ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 എന്ന് എഴുതാൻ പറ്റും, പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതായത് ഇതിൻ്റെ ഇവിടെ വരെയുള്ള ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ കെ വരെയുള്ള ടേം ആഡ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. നമ്മൾ 1ൽ വിചാരിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി ഇവിടെ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ നമ്മൾ 1 എഴുതിയ പി ഓഫ് കെയിൽ എഴുതിയ ഇക്വേഷനെ നമ്മളിവിടെ തൊട്ട് മുമ്പിൽ ഇവിടെ എഴുതേണ്ടി വരും, ലാസ്റ്റ് ടേം ഇവിടെ എഴുതേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോമൺ ആയ ടേം പുറത്തേക്ക് എടുക്കുകയാണ്. കെ പ്ലസ് 1 രണ്ടുപേർക്കും കോമൺ ആണ്. കെ ഇൻറ്റു 2k പ്ലസ് 1, കെ പ്ലസ് 1 പോയി കഴിഞ്ഞാൽ ബാക്കി ഇതാണ് ഉണ്ടാവുക. ഇവിടെയും കെ പ്ലസ് 1 പോയാൽ ബാക്കി ഒരു കെ പ്ലസ് 1 ഉണ്ടാവും. ബൈ 6 ഇവിടെ വരെ മാത്രമുള്ളൂ കേട്ടോ. ഇതിൽ മാത്രമുള്ളൂ, ഇവിടെ 6 ഇല്ല, ഇവിടേക്ക് 6 ഇല്ല കേട്ടോ, തെറ്റി വരച്ചതാണ്. ഈക്വൾ ടു കെ പ്ലസ് 1 ഇപ്പോൾ എടുക്കും. ഇനി ഇവിടെ ഈ 6 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. കെ ഇൻറ്റു 2k ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, കെ അതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2k സ്ക്വയർ പ്ലസ് കെ, 2k ഉള്ളിൽ കെ മൾട്ടിപ്ലൈ 2k സ്ക്വയർ. ഇനി കെ ഇൻറ്റു 1 എന്ന് പറയുന്നത് കെ പ്ലസ് ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു കെ പ്ലസ് 1/6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് കെ പ്ലസ് 6k പ്ലസ് 6/6 എന്ന് വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് കെയിലെ ടേം ആഡ് ചെയ്യുമ്പോൾ 7k പ്ലസ് 6/6 എന്ന് വരും. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നത് കാണാം. അത് നമുക്ക് ഇവിടെ എടുത്തതാണ്. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറയുന്നത് കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു നമുക്കിതിൻ്റെ ആവശ്യമില്ല. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2നുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k പ്ലസ് 2 പ്ലസ് 1/6. നമുക്ക് ഇവിടേക്കാണ് എത്തേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് എത്തേണ്ടത്. ഈ കെ പ്ലസ് 1ഉം 6ഉം ഇവിടെയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ തന്നെ ഇരുന്നോട്ടെ. കെ പ്ലസ് 1/6 ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ബാക്കിയുള്ള ഈ ഒരു ടേമിനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, എന്താ വരാൻ നോക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 2 പ്ലസ് 1 3 എന്ന് എഴുതാം. നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. കെ പ്ലസ് 1/6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 2k പ്ലസ് 6. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാണാം കെ ഇൻറ്റു 2k സ്ക്വയർ, കെ ഇൻറ്റു 3k 2 ഇൻറ്റു 2k 4k പ്ലസ് 3 ഇൻറ്റു 2 6. നമുക്ക് കാണാം കെ പ്ലസ് 1/6 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 4 3 7k പ്ലസ് 6. കണ്ടോ, ഇത് തന്നെയാണ് നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ എവിടേക്ക് എത്തി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു LHS. ഹെൻസ് P of k plus 1 is true. Therefore, it is true for all n. ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത്. ഈ സ്റ്റെപ്പ് നമ്മൾ നിർത്തിയിട്ട് എഴുതണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു സിംപ്ലിഫിക്കേഷനാണ്. പക്ഷേ ഈ ഒരു സിംപ്ലിഫിക്കേഷനെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ നമുക്ക് എഴുതാനറിയാം, ഇതും നമുക്ക് എഴുതാനറിയാം. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എത്തുന്നതിന് പകരം ഇത് രണ്ടും എഴുതിയിട്ട് നമുക്ക് നേരത്തെ അറിയാം, ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിലേക്കാണ് എത്തേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാനിനി പറയുന്നത് മാർക്ക് കിട്ടാനുള്ള വഴിയാണ് കേട്ടോ. ഇതിങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇത് നമ്മൾ LHS എന്ന് എഴുതി ഈ ഭാഗം എടുത്ത് എഴുതി ഇവിടെ വരെ ആഡ് ചെയ്യാനാണ് കാര്യം എഴുതി. എന്നിട്ട് ഇവിടെ P of k നിന്നും P of kയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതി. എന്നിട്ട് ലാസ്റ്റ് ടേം ഇവിടെ എഴുതി. ഇത്രയ്ക്കും നമ്മൾ എഴുതിയതിന് ശേഷം ഇതിന് നേരെ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതിയിട്ട് therefore it is true for k plus 1 hence it is true for all എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇവിടെ നിങ്ങളുള്ള ഭാഗം സിംപ്ലിഫൈ ചെയ്ത് കാണിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.
ഈ പാർട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ അത് ആലോചിച്ചിട്ട് ഇത് പഠിക്കാതിരിക്കരുത്. ഇത് അങ്ങനെ കംപ്ലീറ്റ് പഠിച്ച് ഇതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും കണ്ടു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് പ്രൂഫുകൾ നടക്കുന്നുണ്ട്. 2n ഗ്രേറ്റർ ദാൻ n ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n. 2n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ n ആണ് എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും. നമ്മൾ ആദ്യം P of n-ലേക്ക് എഴുതാം. P of n എന്ന് പറഞ്ഞത് 2n ഗ്രേറ്റർ ദാൻ n ആണ്. അപ്പോൾ P of 1 നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 1. ഇത് ശരിയാണല്ലോ, 2 1-നേക്കാൾ കൂടുതൽ തന്നെയാണ്. Therefore P of 1 ഈസ് ട്രൂ. ഇനി നമ്മൾ എന്ത് എഴുതണം? അപ്പോൾ ഈ വാചകം നിർബന്ധമാണ്. Let us suppose P of k is true. P of k is true എന്ന് പറഞ്ഞാൽ എന്ത് വേണം? P of k 2 കുത്തിടാം. 2k ഗ്രേറ്റർ ദാൻ n. ഇത് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്ക് എത്തേണ്ടത് എങ്ങനെയാണ്? P of k plus 1-ലേക്കാണ് എത്തേണ്ടത്. P of k plus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? P of k plus 1 2k plus 1 ഗ്രേറ്റർ ദാൻ n. ഇവിടെ k ആണ് ഉള്ളത്. n ഗ്രേറ്റർ ദാൻ k plus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ 2k is ഗ്രേറ്റർ ദാൻ k എന്ന് കാണാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2k × 2. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ നമ്പർ 1-ൻ്റെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1-ൻ്റെ × 2 ചെയ്താൽ രണ്ട് സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2k × 2 ഗ്രേറ്റർ ദാൻ k × 2. അപ്പോൾ അതെന്ത് വരും? 2k plus 1 is greater than 2k. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് എഴുതാം? 2k plus 1 is greater than k. അപ്പോൾ അതുപോലെ തന്നെ എന്ത് എഴുതാം? 2k plus 1, അതായത് 2kക്കാളും വലുതാണെങ്കിൽ k-നേക്കാളും വലുതാവും. അതുപോലെ തന്നെ k plus 1-നേക്കാളും വലുതാവും. അപ്പോൾ നമ്മൾ P of k plus 1-ലോട്ട് എത്തി. Therefore it is true. അല്ലെങ്കിൽ therefore P of k plus 1 is true. Hence it is true for all n. ആ വാചകം കൂടി എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാണുമ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെ തോന്നിയാലും നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇത് ഇങ്ങനെ കുത്ത് കണ്ടാൽ അതിനർത്ഥം 1.2 2.3 എന്നൊന്നല്ല, 1 × 2 2 × 3 3 × 4 എന്നാണ്. n × n plus 1. ഇത് കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണം. ഇവിടെ n × n plus 1 ആണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് P of n. ഇനി ഞാൻ P of n എടുത്ത് എഴുതേണ്ട കാര്യമല്ലോ, നിങ്ങൾ P of n എന്ന് വെച്ചിട്ട് എടുത്തെഴുതാം. ഇനി P of 1 എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ വരുള്ളൂ? ഇതിലെ ഫസ്റ്റ് ടേം മാത്രമേ വരുള്ളൂ. 1 × 1 × 2. n-ൻ്റെ സ്ഥലത്ത് 1 കൊടുക്കുമ്പോൾ 1 + 1 2. അപ്പോൾ ഈ ടേമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരെ ആഡ് ചെയ്യുന്നുള്ളൂ. ഈക്വൽ ടു ഇവിടെ 1 കൊടുക്കുമ്പോൾ 1/1 + 1. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാം. 1/1 × 2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 + 1 2. ഇതാണ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. Therefore P of 1 is true. അപ്പോൾ P of 1 ട്രൂ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം 1 കൊടുത്തിട്ട് എഴുതണം. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് എഴുതണം? Let us suppose that P of k is true. ഇനി നമ്മൾ P of k ട്രൂ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ P of k എഴുതണം. P of k എഴുതുമ്പോൾ 1/1 × 2 + 1/2 × 3 + etc. പ്ലസ് n-ൻ്റെ സ്ഥലത്ത് k കൊടുത്ത് എഴുതാം. k plus 1 ഈക്വൽ ടു k/k plus 1. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ P of k plus 1 ആണ് എഴുതുന്നത്. 1/1 × 2 1/2 × 3 + etc. ഇവിടെ kയുടെ സ്ഥലത്ത് k plus 1 കൊടുക്കണം. k plus 1 × k plus 1 plus 1 ഈക്വൽ ടു k plus 1/k plus 1 plus 1. ഇനി നമുക്കിത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാം. 1/1 × 2 1/2 × 3 + etc. പ്ലസ് 1/k plus 1 × k plus 2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ വരെയുള്ള ടേം ആഡ് ചെയ്യാനായിട്ട് ഇവിടെ വരെയുള്ള സാധനം ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് 1-ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാണ്. അപ്പോൾ 1-ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതുമ്പോൾ വരിക k/k plus 1 plus 1/k plus 1 × k plus 2. അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇത് കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ k plus 1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 1/k plus 1 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ ഉണ്ടാവുക k ആണ്. k plus 1/k plus 2 ഇതാണ് പുറത്തേക്ക് വരുന്നത്. ഈക്വൽ ടു 1/k plus 1 ×
ഇതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് 1 ബൈ കെ പ്ലസ് 2. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ബൈ കെ പ്ലസ് 2 എന്ന് വരും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ബൈ ഈക്വൽ ടു 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു ഈ മുകളിലത്തെ ടൈം എന്ത് വരുന്നു? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ കെ പ്ലസ് 2. ഇവിടെ ഹോൾ സ്ക്വയർ വന്ന കാരണം ഒരു കെ പ്ലസ് 1ഉം ഒരു കെ പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ഈ ഭാഗമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുത്തത്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 പ്ലസ് 1. ഇത് തന്നെയല്ലേ കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇനി സെപ്പറേറ്റ് എടുത്തിട്ട് എഴുതുന്നു വേണ്ട. ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് എഴുതിയാൽ മതി. അങ്ങനെ നമ്മൾ എന്ത് എഴുതണം? ദെയർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഹെൻസ് ഈ വാചകം എഴുതാൻ മറക്കരുത്. ഹെൻസ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എൻ. കണ്ടോ? ഇങ്ങനെ എഴുതാം. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനാണ്. പി ഓഫ് കെ നിങ്ങൾ തന്നെ പി ഓഫ് എൻ നിങ്ങൾ തന്നെ എടുത്ത് എഴുതാം. പി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പറാണ്. 1 ഈക്വൽ ടു 3⁻1 - 1/2. ഇത് ആദ്യത്തെ ടേം മാത്രമേ വരുള്ളൂ. 3⁻2 - 1 എന്ന് പറയുമ്പോൾ 3⁻1 വരും. അല്ല, ഫസ്റ്റ് ടേം അത് മാത്രമാണ് വരിക. നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ 1 കിട്ടണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൽ എന്ന് പറഞ്ഞിട്ട് വേറെ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി 1 കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 3⁻1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 3 - 1/2 എന്ന് പറഞ്ഞാൽ 2/2 ഈക്വൽ ടു 1. കണ്ടോ? 1 തന്നെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്നിട്ട് വേറെ എഴുതിയിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് ടേം 1 തന്നെയാണ്. അപ്പോൾ ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി നമ്മൾ എന്ത് എഴുതണം? ലെറ്റസ് സപ്പോസ്. അപ്പോൾ എല്ലാത്തിലും ഒരേപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. പി ഓഫ് കെ ഈസ് ട്രൂ. ഇനി പി ഓഫ് കെ എഴുതാൻ പോവാണ്. 1 + 3 + 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3⁻k - 1 ഈക്വൽ ടു 3⁻k - 1/2. ഇനി ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതാൻ പോവാണ്. 1 എഴുതുമ്പോൾ 1 + 3 + എക്സെട്ര പ്ലസ് 3⁻k യുടെ സ്ഥലത്ത് k + 1 എഴുതണം. അതങ്ങനെ എഴുതി. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതണം. 1 + 3 + എക്സെട്ര പ്ലസ് 3⁻k + 1 - 1. ഇനി ഇവിടെ വരെയുള്ള ടേമിന് നമ്മൾ എന്ത് ചെയ്തും? പി ഓഫ് കെയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതും. കാരണം ഇത് k + 1 വരെയുള്ള ടേമിൻ്റെ സമ്മാണ്. k വരെയുള്ള ടേമിൻ്റെ സമ്മ് നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. 3⁻k - 1/2 പ്ലസ് 3⁻k + 1 - 1 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ആയി പോയിട്ട് 3⁻k മാത്രം വരും. നമുക്ക് 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3⁻k - 1 പ്ലസ് 2 ഇൻറ്റു 3⁻k/2. ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ കണ്ടത്. അപ്പോൾ 3⁻k - 1 പ്ലസ് 2 ഇൻറ്റു 3⁻k. 3⁻k ഇവിടെ 2 ടേം ഉണ്ട്. ഒന്ന് 1 ഇൻറ്റു 3⁻kയും ഒന്ന് 2 ഇൻറ്റു 3⁻kയും. ഒരു 3⁻kയും പിന്നെ 2 3⁻kയും. രണ്ടും കൂടി കൂട്ടുമ്പോൾ 3 3⁻k വരും. -1 അവിടെ തന്നെയുണ്ട്. /2 എഴുതി. അപ്പോൾ 3 ഇൻറ്റു 3⁻k എന്ന് പറഞ്ഞാൽ 3⁻k + 1 - 1/2. നോക്കി നോക്കാം. നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. കണ്ടോ? ഇത് നമുക്ക് സെപ്പറേറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് ചെയ്യണമെന്നില്ല. നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കിട്ടി. ദെയർഫോർ പി ഓഫ് കെ + 1 ഈസ് ട്രൂ. ഹെൻസ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എൻ. ഇതിലാണ് ഞാൻ പറഞ്ഞത് ഇവിടം വരെയുള്ള സ്റ്റെപ്പാണ് കമ്പൽസറി. പിന്നെ ഈ സ്റ്റെപ്പും ഇവിടം വരെ എഴുതിയതിന് ശേഷം ഇത് എഴുതിയില്ലെങ്കിലും ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കി ഇതിങ്ങനെ എഴുതാൻ പറ്റും. എഴുതിയാലും നിങ്ങൾക്ക് ഇതിന് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാർക്ക് ഒരു കാരണവശാലും കളയരുത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1³ + 2³ + എക്സെട്ര + n³ = n × n + 1/2 ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പി ഓഫ് n നിങ്ങൾ എടുത്ത് എഴുതാം. പി ഓഫ് 1 എഴുതാം. അപ്പോൾ ആദ്യത്തെ ടേം 1³ = ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 × 1 + 1/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെപ്പറേറ്റ് എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = 1³ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇവിടെ ഒരെണ്ണം കൊടുക്കുമ്പോൾ 1 × 1 + 1 എന്ന് പറയുന്നത് 2/2. 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയി 1 × √1.
രണ്ടും ഈക്വലായി ദർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി നമ്മൾ എന്ത് എഴുതണം? ലെറ്റ് us suppose പി ഓഫ് കെ ഈസ് ട്രൂ. എന്നൊരു സ്ഥലത്ത് കെ കൊടുത്തിരുത്തേരി. ഇനി പി ഓഫ് കെ പ്ലസ് 1 കാണണം. അപ്പോൾ കെയുടെ സ്ഥലത്ത് കെ പ്ലസ് 1 കൊടുത്ത് എഴുതുന്നു. ഇവിടെ കെയുടെ സ്ഥലത്ത് കെ പ്ലസ് 1. ഇവിടെ ഓൾ സ്ക്വയറാണ്, കണ്ടോ? ഇങ്ങനെ ഓൾ സ്ക്വയറാണ്. നമ്മൾ ഓരോന്നിനും സ്ക്വയർ കൊടുത്ത് എഴുതാണ്. കെയുടെ സ്ഥലത്ത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നില്ല, ഇതിങ്ങനെ ഓൾ സ്ക്വയർ എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ കെയുടെ സ്ഥലത്ത് കെ പ്ലസ് 1, കെ പ്ലസ് 1 സ്ഥലത്ത് കെ പ്ലസ് 1 പ്ലസ് 1/2 ഓൾ സ്ക്വയർ. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം എടുത്ത് എഴുതണു. ഇവിടെ വരുന്ന ടേമിൻ്റെ സം എന്ന് പറയുന്നത് പി ഓഫ് 1 നിന്ന് കിട്ടും. കെ ഇൻറ്റു കെ പ്ലസ് 1/2 ഓൾ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഓൾ ക്യൂബ്. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? കെ സ്ക്വയർ കെ പ്ലസ് 1 ഓൾ സ്ക്വയർ ബൈ 4. ഈ സ്ക്വയറുകൾ ഇട്ടപ്പോഴാണ് ഇങ്ങനെയാണ് വരിക. പ്ലസ് കെ പ്ലസ് 1 ഓൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ കെ പ്ലസ് 1 ഓൾ സ്ക്വയർ കോമണായി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കെ പ്ലസ് 1 ഓൾ സ്ക്വയർ കോമണായി പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? കെ സ്ക്വയർ ബൈ 4 പ്ലസ് 1 വരും. കെ സ്ക്വയർ ഇവിടെ ഓൾ ക്യൂബ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ലാസ്റ്റ് ടൈമിന് ഇവിടെ ക്യൂബാണ്, ഇവിടെയും ക്യൂബാണ്. അപ്പോൾ അവിടെ ബാക്കി ഇവിടെ കെ പ്ലസ് 1 വരും. അപ്പോൾ അത് ഇവിടെ കെ പ്ലസ് 1 എഴുതിയിട്ടുണ്ട്, കണ്ടോ? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, കെ സ്ക്വയർ ബൈ 4 പ്ലസ് കെ പ്ലസ് 1. ഈ 4 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4k പ്ലസ് 4/4 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 എന്നാണ് ഇരിക്കുന്നത്. അതായത് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നായി. അപ്പോൾ ഇതിനെ ഓൾ പുറത്തേക്ക് ഇട്ടിട്ട് സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 അത് ഇങ്ങനെ വരും. അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. എവിടെ റൈറ്റ് ഹാൻഡ് സൈഡ്? ഇതാ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടോ? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2/2 ഹോൾ സ്ക്വയർ. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സംഭവം. Therefore P of k plus 1 is true, hence it is true for all n. ക്ലിയർ ആയല്ലോ? ഇതുപോലത്തെ കണക്കുകൾ ഇതിൽ കുറച്ചുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.